മൂന്നാം ഊഴത്തിൽ രാജ്യത്തിന്റെ പ്രധാന സേവകനാകാനുള്ള അവസരത്തിൽ നിന്നും നരേന്ദ്രമോദി മാറി നിന്നാൽ ഭാരതത്തിന്റെ ചെങ്കോലേറ്റെടുക്കാൻ ഏറ്റവും യോഗ്യൻ നിതിൻ ജയറാം ഗഡ്കരി എന്ന മഹാരാഷ്ട്രക്കാരൻ തന്നെയാണ്. തുടർച്ചയായി മൂന്നാം തവണയും കേന്ദ്രത്തിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പുറത്തു വീഴുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആരാകുമെത്തുക എന്നതാണ് രാജ്യമാകെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആഗോളവേദികളിൽ ഭാരതത്തെ ഒന്നാമതെത്തിച്ച നരേന്ദ്രമോദിക്ക് ശേഷം അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നിതിൻ ഗഡ്കരിയുടെ പേരും ഉയർന്നു കേൾക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗഡ്കരി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യം അംഗീകരിക്കുന്ന നേതാവാണ്. 2047 വികസിത ഭാരതമാകാൻ ഒരുങ്ങുന്ന രാജ്യത്തിന്റെ മുഖഛായ മാറ്റിയ ഭരണകർത്താവാണ് അദ്ദേഹം. 2009 മുതൽ 2013 വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ഗഡ്കരിയിലൂടെയാണ് ഭാരതത്തിന്റെ റോഡ് ശൃംഖല ഇത്രയധികം വിസ്തൃതമായത്. കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച മന്ത്രിമാരിൽ ഒരാൾ. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലടക്കം കാതലായ സംഭാവനകൾ നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ രാജ്യത്തിനകത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല പൂർണ്ണമായും നിതിൻ ഗഡ്കരിയിലേക്കായിരുന്നു. BJP സർക്കാരിന്റെ 10 വർഷ കാലയളവിൽ രാജ്യത്തെ ഉപരിതല ഗതാഗത ശൃംഖല 59% വളർച്ച പ്രാപിച്ചത്. അതൊരു നിസ്സാര കാര്യമല്ല. രാജ്യത്തുടനീളം അതിവേഗ പാതകൾ എത്തുന്നു. എന്തിനേറെ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുങ്ങുന്ന 6 വരി പാത പോലും നിതിൻ ഗഡ്കരിയുടെ അടയാളപ്പെടുത്തലുകളാണ്. 1996 മുതൽ 99 വരെ മഹാരാഷ്ട്രയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ കാലത്താണ് അദ്ദേഹം മുംബൈ പൂനെ എക്സ്പ്രസ് വേ യാഥാർത്ഥ്യമാക്കുന്നത്. ഭാരതം കാളവണ്ടി യുഗത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ അത്തരമൊരു അത്ഭുതം സാധ്യമാക്കിയ അസാധ്യ ശേഷിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. 2019 ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. തുടർച്ചയായി 2 ലോക്സഭാ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ BJPയെ താങ്ങി നിർത്താൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തി. പിന്നീട് 2013 ഗഡ്കരി അധ്യക്ഷ പദം ഒഴിയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS കാര്യാലയം അടക്കം നിലനിൽക്കുന്ന നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി വിലാസ് മുത്തേംവാറിനെ 2,85,000 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. തുടർന്ന് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹം രാജ്യത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചു. രാജ്യത്ത് ഓരോ ദിവസവും സൃഷ്ടിക്കപ്പെടുന്ന റോഡുകളുടെ എണ്ണത്തിലും അദ്ദേഹത്തിന്റെ കടന്നുവരവ് മാറ്റങ്ങളുണ്ടാക്കി. അതുവരെ ഒരു ദിവസം 2 കിലോമീറ്റർ എന്ന ശരാശരിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റോഡ് നിർമ്മാണത്തിന്റെ വേഗത ഒരു ദിവസം 16.5 കിലോമീറ്റർ എന്ന കണക്കിലേക്ക് ഉയർന്നു. രണ്ടാം വർഷം അത് 21 കിലോമീറ്ററായി. 2018 ആകുമ്പോഴേക്കും ഒരു ദിവസം രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന റോഡുകളുടെ നീളം ശരാശരി 30 കിലോമീറ്റർ വരെയായി. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച ഗഡ്കരിക്ക് തന്നെയായിരുന്നു രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചുമതല. ആ മന്ത്രിസഭ 5 വർഷം പിന്നിടുന്ന വേളയിൽ രാജ്യത്തിൻ്റെ റോഡുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖലയായി ഭാരതം മാറിയിരിക്കുന്നു. 14 വരി പാതയായ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേയും 21 കിലോമീറ്റർ നീളത്തിൽ കടലിന് കുറുകെ അത്ഭുതമായി നിൽക്കുന്ന അടൽ സേതുവുമെല്ലാം നിതിൻ ഗഡ്കരി എന്ന വീക്ഷണശാലിയായ മനുഷ്യൻ്റെ സംഭാവനകൾ തന്നെയാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നത്. മോശം പാർട്ടിയിലെ മികച്ച നേതാവ് എന്ന പ്രതിപക്ഷ നേതാക്കൾ പോലും വിശേഷിപ്പിച്ചിട്ടുള്ള അദ്ദേഹം വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നും സംഘപരിവാർ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വിശേഷിപ്പിച്ചത് മാൻ ഓഫ് ആക്ഷൻ എന്നാണ്. ഭാരതത്തിൻ്റെ നായകനായി ഇനി ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ആത്യന്തികമായി RSS എന്ന പ്രസ്ഥാനം തന്നെയാണ്. അതേ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായ നാഗ്പൂരിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം ഭാരതത്തെ മാറ്റിമറിച്ച നിതിൻ ഗഡ്കരിയുടെ പേരും അടുത്ത ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുമെന്നത് തീർച്ച തന്നെയാണ്.